ഇച്ചായം വെളിയിൽ പോയിട്ട് ആദ്യത്തെ സാലറി വരുമ്പോൾ നിങ്ങളുടെ കടവ് ആദ്യം തീർക്കാൻ പോകുന്നത്. ഇച്ചായൻ്റെ വീട്ടിൽ നിന്ന് ഒരു കൈസഹായം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ചേട്ടായി ഒന്ന് വെളിയിൽ പോയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കാണിക്കാൻ. ഏതിലാണേലും വർക്കിച്ച നേരത്തെ പോയത് നന്നായി. അതല്ല, അതുകൊണ്ട് പിള്ളേർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്കെല്ലാം തിരക്കി വരുന്നുണ്ടല്ലോ. പിള്ളേർ തമ്മിൽ നല്ല ഐക്യവും സ്നേഹവും ഒക്കെയാണ്. അവരെന്നെ നോക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു. ദൈവത്തിന് നന്ദി, എൻ്റെ ദൈവമേ. അതും പറഞ്ഞ് അവള് പോയിട്ട് എൻ്റെ കർത്താവേ ഇന്നേക്ക് 6 മാസമായി. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും ആണല്ലോ നീ ക്രൂശി കയറിയത്. എന്നാലും അവൾ എന്നൊക്കെ പറഞ്ഞല്ലേ ഇച്ചായ നമ്മളെ വീഴ്ത്തിയത്. സ്വന്തം കൂടപ്പുറപ്പ് ഇങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ കരുതിയോ? എത്രയെന്ന് വെച്ചാൽ എൻ്റെ കെട്ടിയനെ മോശക്കാരനായിട്ട് എല്ലാവരും ചിത്രീകരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ ഈ വെളിയിൽ പോകുന്ന കാര്യം. അതെങ്ങനെയല്ലേ നടക്കണം? കല്യാണാലോചന വന്നപ്പോൾ നല്ല കൂട്ടരാന്ന് പറഞ്ഞ് നിങ്ങൾ നിർബന്ധിച്ചോണ്ടല്ലേ ഞാൻ ഓക്കെ പറഞ്ഞത്. അല്ല, നല്ല കൂട്ടരാണല്ലോ. അല്ല, ഇച്ചായ നല്ലതാ, കുടുംബം ഭയങ്കര മോശമാ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. മോളെ നീ ഒന്ന് സമാധാനിക്ക്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇച്ചായ, ഇവിടെ എല്ലാരും ഉണ്ട്. അളിയ ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നേ? അളിയ ഉടനെയെങ്കിലും അളിയ, ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുമ്പോ എന്തായാലും ഞാൻ അറിയിക്കാം. എന്നാ ശരിയാന്നാ, ഇവിടെ കുറച്ച് തിരക്കുണ്ടേ, വെക്കുവാണേ. ഹോ, എന്നാണേലും അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ. എന്നാ തെളിഞ്ഞെന്നാ? ചേച്ചി ഇച്ചായന്റെ ഇടത്തെ കണ്ണ് ശ്രദ്ധിച്ചായിരുന്നോ? എന്നാ പറ്റി? ഇടത്തെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ. നമ്മളൊരു 2 മിനിറ്റ് കൂടി ഇച്ചായനോട് സംസാരിച്ചിട്ടുണ്ടല്ലോ, പൊട്ടിക്കരഞ്ഞേനെ. അതാ അവിടുത്തെ അവസ്ഥ. ഇനി എന്നാ മോളെ പ്രശ്നം? എൻ്റെ ചേച്ചി ഇപ്പൊ നിൽക്കുന്ന കമ്പനി ഭയങ്കര മോശമാ. ആൾക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യണമെന്നാ പറയുന്നത്, വേറെ ഏതെങ്കിലും കമ്പനി നോക്കാൻ. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് റിസൈൻ ചെയ്യാതെ തന്നെ ജോലി നോക്കിയിട്ട് മാറിയാ മതി. നിങ്ങളുടെയൊക്കെ കടം തീർക്കണ്ടേ ചേച്ചി? അവനും ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ കമ്പനി നോക്കാൻ പറ, അതല്ലേ നല്ലത്. ചേച്ചി എനിക്ക് ചേച്ചിയല്ലേ ചേച്ചി, എൻ്റെ അമ്മയാ. അമ്മയോ? ഇനി ഞങ്ങൾ എന്നാ എടുക്കും അമ്മ? നീ പേടിക്കണ്ടടി കൊച്ചേ, എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും. ആഹാ, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ചേട്ടായി, എനിക്കൊരു ഐഫോൺ. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ചോക്ലേറ്റ്. അമ്മയ്ക്ക് കൈ പൊട്ടായിരിക്കാൻ പാത്രം കഴുകാൻ ലിക്വിഡ്. ഇച്ചായൻ ഇവിടുന്ന് പോയാലും നിങ്ങളെല്ലാരും കരുതും, നല്ല മനസ്സുള്ളവനാ. അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇച്ചായ. അവളെ എടുക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് ഇതുവരെ അവളെ മനസ്സിലായില്ലേ. ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യുവന്നേ? ഒരു 10-15,000 രൂപ ഉണ്ടല്ലോ വണ്ടി ശരിയാകത്തുള്ളൂ. എൻ്റെ എവിടെ നിന്ന് അടിമോളെ പൈസ? അവളോട് തന്നെ നീ ചോദിയില്ലേ. ഞാനെന്നാ വിളിക്കാം അവിടെ എന്നാടി ഈ വണ്ടി. അമ്മ ഇത് ഇച്ചായൻ എനിക്ക് ഓടിച്ച് പഠിക്കാൻ വേണ്ടിട്ട് മേടിച്ചാ. ഇതിൽ ഓടിച്ച് പഠിച്ചിട്ട് പുതിയത് എടുത്തു തരാന്നാ പറഞ്ഞേ. വണ്ടിയൊക്കെ നല്ലതാ, പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ച് പഠിക്കുന്നതും ഒക്കെ നല്ലതാ. നീ ആദ്യം അവിടെ പൈസ കൊടുത്തേ. അവൾ എന്തേലും കഷ്ടപ്പെട്ട് ജീവിക്കുന്നറിയാമോ? അവളിപ്പോൾ എന്നെ വിളിച്ചതേ ഉള്ളൂ. നീ ഫോൺ എടുക്കാത്തന്നെ. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ ചേച്ചിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉണ്ടെങ്കിൽ എന്നോട് പറയട്ടെ, ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ വന്ന് പറയുന്നില്ലേ, അതുപോലെ ചേച്ചിയും പറയട്ടെ. നിന്നെപ്പോലെയൊന്നുമല്ല അവൾ ഒരു കാര്യം ആൾക്കാരോട് പറഞ്ഞ് നടക്കത്തില്ല. അവൾക്ക് വിഷമമുണ്ട്, അത് മനസ്സിലൊതുക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു വണ്ടി എടുത്തെന്നും പറഞ്ഞാൽ എന്നെ അങ്ങ് കുറ്റക്കാരിയൊന്നും ആക്കണ്ട. അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എൻ്റെ വണ്ടി എടുത്തോണ്ട് അങ്ങ് പൊക്കോളാം. ഇങ്ങനെയുണ്ടോ അസൂയ? ഇച്ചായന് നാളെയല്ലേ കോളേജിൽ റീയൂണിയൻ, പോകുന്നില്ലേ? ഞാനൊന്നും പോകുന്നില്ലടി. എല്ലാവരും ഇവിടെ സെറ്റിലായിട്ടുള്ളവരായിരിക്കും വരുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ശരിയാത്. അങ്ങനാണെങ്കിൽ നാളെ ഞാൻ അവള് വരുമ്പോൾ പൈസ ചോദിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി. ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞു.
എന്നാലും ചോദിക്കാം. വേണ്ടതേ ഡേ, ഞാൻ നിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്നുണ്ട്. എനിക്ക് നിന്നോട് സ്നേഹവും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ നീ മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കുന്നത് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് ഉണ്ടാകണം. എവിടെ പോരാ ഒരുങ്ങി നിൽക്കുന്ന? ഇളയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഇവിടെ കൂടുന്നുണ്ട്. ഇച്ചിരി ഇറച്ചിയും മീനും ഒക്കെ മേടിക്കാമെന്ന് ഓർത്ത് ഞാനൊരു ഓട്ടോ നോക്കി നിൽക്കുമായിരുന്നു. ആ, ഇന്ന് അടിപൊളി പരിപാടിയാണല്ലോ. സിജനെ മോൻ എത്ര ദിവസം അവധിയുണ്ട് മോനെ? അമ്മ ഞാൻ ഒരു 2 ആഴ്ചത്തെ അവധിക്കാണ് വന്നേ. ഇപ്രാവശ്യം പോകുമ്പോൾ ഇവളെയും കൂടെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. അതിന് ഇവളെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ. ചേച്ചിക്ക് അറിയാലോ ഇച്ചായൻ്റെ ഓരോ സർപ്രൈസ്. വന്ന വരവേ സർപ്രൈസ്, പിന്നെ ഇപ്പൊ കൊണ്ടുപോകാൻ പോകുന്നെന്ന് പറഞ്ഞതും എനിക്ക് സർപ്രൈസ്. ഇനി അവിടെ എന്തൊക്കെ സർപ്രൈസ് ആണോ എന്തോ. ആ അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ലിക്വിഡ് സോപ്പിന്റെയും ചോക്ലേറ്റിന്റെയും സർപ്രൈസ് ഞങ്ങൾ എപ്പോഴും ഇവിടെ പറയാറുണ്ട്. അളിയാ ജീവിക്കുവാണ്, GCC കൺട്രീസ് ജീവിക്കണം. പൈസയ്ക്ക് പൈസ, നല്ല അടിപൊളി ലൈഫാണ്. കുറച്ച് ചൂട് കാണും, ഒരു പ്രശ്നവുമില്ല. എന്നാൽ പിന്നെ അളിയാ ഞാനും ഇങ്ങോട്ട് നോക്കിയാലോ? അളിയ അത് നടക്കത്തില്ല. അളിയനെ പോലുള്ള ആൾക്കാർക്ക് പറ്റുന്ന പരിപാടിയല്ലേ അത്. പിന്നെ വേറെ എന്തെങ്കിലും നോക്കുന്നു, ഇവിടെ നാട്ടിൽ വല്ലതും നോക്കുന്നതായിരിക്കും നല്ലത്. ആഹാ, ഞാനിവിടെ വരുമ്പോഴും പോകുമ്പോഴും നാട്ടുകാരും ഓരോന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ വേണ്ടല്ലെന്ന് വെച്ചാൽ ഇച്ചായ പോകാൻ പാ, എഴുന്നേക്ക്, ഇവിടെ കളം മടുപ്പാ, പോകാൻ പാ. എന്നാ പ്രശ്നം? ഇച്ചായന്റെ കൂടെ ഞാൻ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോ തുടങ്ങിയതാ ചേച്ചിയുടെ ഓരോ ഇത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ കുത്തുവാക്ക് പറയും. നമുക്ക് ഇവിടുന്ന് പോയേക്കാം. ഞാൻ എന്നാ പറഞ്ഞാ നീ പറയുന്നേ? ചേച്ചി അധികം സംസാരിക്കണ്ട. ഞാൻ ചേച്ചിനെ എന്റെ സ്വന്തം അമ്മേനെ പോലെ ഞാൻ കണ്ടത്. ഒരൊറ്റ കീറങ്ങോട്ട് തന്നാലുണ്ടല്ലോ. എന്റെ അമ്മ നിന്റെ അമ്മ ഒന്നായതുകൊണ്ടാണ് നിന്റെ അമ്മയ്ക്ക് ഞാൻ വിളിക്കാത്തത്. എടി, ഇവന് പോകാൻ വേണ്ടിട്ട് പൈസ ഇല്ല, നിന്നെ നോക്കാൻ ആരും ഇല്ലാന്ന് നീ മാക്കം വന്ന് കരഞ്ഞിട്ടല്ലേ എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നിനക്ക് തന്നത്. മതി ചേച്ചി, നിർത്തിക്കോ, മതി. അമ്മ കേൾക്കണം. ചെറുപ്പത്തിൽ ഞാൻ ചേച്ചിയുടെ ഷോൾ എടുത്തു, ചെരുപ്പ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് വഴക്കുണ്ടാക്കുന്ന പോലെ ഇപ്പോഴും ചേച്ചി അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക അല്ലേ? എന്റെ ഇച്ചായ എന്നെ കൊണ്ട് പറക്കുന്നതിന് മുമ്പ് ചേച്ചിയും ചേട്ടായി എന്റെ കയ്യിൽ വെച്ച് തന്ന പൈസയും അതിന്റെ പലിശയും ഞാൻ കൈ വെക്കാതെ ഞാൻ ഈ രാജ്യം വിട്ടു പോകത്തില്ല. മോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. നിന്റെ ആരാടി പറഞ്ഞു ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാനായിട്ട്? എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? പോയേക്കാം. അയ്യോ എടി, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മോളെ പോവില്ലേടി, നീ എനിക്ക് പൈസ തരണ്ട. അമ്മ നല്ല കപ്പയും മീൻകറി ഉണ്ടാക്കിട്ടുണ്ട്. വാ. ചേച്ചി ഇച്ചായന്റെ ഇടത്തേക്കാണ് ശ്രദ്ധിച്ചായിരുന്നോ? എനിക്കറിയായിരുന്നു. ഞാൻ കറക്റ്റാക്കി. ഈ തള്ളയെ തിരിച്ചു. ഇതാണ് എത്ര സ്പീഡി വരുന്നത്. അമ്മ നല്ല കപ്പയും മീൻകറി ഉണ്ടാക്കിട്ടുണ്ട്. വാ.